വർഷത്തിലേക്ക് MSS പ്രവേശിക്കുന്ന ശുഭമുഹൂർത്തത്തിലാണ്. ഈ വർഷം നാം കർമ്മോത്സവം ആഘോഷിക്കുന്നത്. 50 വർഷം മുമ്പ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി സ്വപ്നം കണ്ട ആ വികസന കാഴ്ചപ്പാടിലേക്ക് നാം മടങ്ങി വരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രിയപ്പെട്ട ശ്രീ ഉമ്മൻചാണ്ടിയോടും മന്ത്രി ശ്രീ ദിവാകരൻ സാറിനോടും ബഹുമാനപ്പെട്ട രാജശേഖരൻ സാറിനോടും ശ്രീ ശശിധർ അവர்களോടും ശ്രീ വർഗീസ് സാറിനോടും അഭിനന്ദ പിതാക്കന്മാരോടും എല്ലാവരോടും ഈ സഭയ്ക്കുള്ള ഹൃദയപൂർവമായ കൃതജ്ഞതയും ആദരവും ഈ മുഹൂർത്തത്തിലെ നിങ്ങളുടെ സാന്നിധ്യത്തെ പ്രതി ഞാൻ ആദ്യമേ അറിയിക്കട്ടെ. മലങ്കര സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ സുവർണ ജൂബിലിയിലേക്കുള്ള പ്രവേശനമാണ്. വിശ്വാസം ഏതായാലും മതം ഏതായാലും ഏത് വിഭാഗത്തിൽപ്പെട്ടതായാലും ഒരേ ബാക്ക്ഗ്രൗണ്ടിൽ സാമൂഹ്യ പശ്ചാത്തലത്തിൽ അവരെല്ലാം ഒരുപോലെ പരിഗണന അറിയിക്കുന്നവരാണ് എന്നതിൽ സംശയമില്ല. അവിടെ ഗവൺമെൻറ്റിൻ്റെയോ പ്രതിപക്ഷത്തിൻ്റെയോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പൊതുവായിട്ടുള്ള അഭിപ്രായ ഐക്യത്തെക്കാൾ ഉപരി ഇത് ആയി ബന്ധപ്പെട്ടിട്ടുള്ളവരുടെ സമീപനമാണ് പ്രശ്നങ്ങൾ പലപ്പോഴും സങ്കീർണമാക്കുന്നത്. മലങ്കര സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ഈ സുവർണ ജൂബിലി സമ്മേളനം നിങ്ങളുടെ എല്ലാം അനുമതിയോടുകൂടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത വിവരം അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. തിരുമേനി ഇപ്പോൾ ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവിനെ എന്നെ കൂടി സാക്ഷിയാക്കി ഏൽപ്പിച്ചിരിക്കുന്ന ഈ ചുമതല അദ്ദേഹം സ്വകാര്യമായിട്ടും ഞങ്ങളോട് എല്ലാവരോടും പറയാറുണ്ട്. ഞങ്ങൾക്കതിലൊന്നും അഭിപ്രായ വ്യത്യാസം പ്രതിപക്ഷത്തിനോ ഭരണകക്ഷിക്കോ ഇല്ല. എനിക്ക് തോന്നുന്നത് നമ്മൾ നടന്ന് തിരുമേനിയുടെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള സാധ്യത വളരെ അടുത്താണ് എന്നാണ് എൻ്റെ പ്രതീക്ഷ. ആര് ഭരിച്ചാലും സമൂഹത്തിനോട് നീതി ചെയ്യേണ്ടത് എല്ലാവരുടെയും ചുമതലയാണ്. അത് ഭരണമാറ്റം അതിന് തടസ്സമാവാൻ പാടില്ല. അതുകൊണ്ട് നാടാർ സമുദായത്തിൻ്റെ പ്രശ്നങ്ങൾ എപ്പോഴും കേരളത്തിലെ എല്ലാ ഗവൺമെൻറ്റുകളും അനുഭവപൂർവ്വമാണ് കണ്ടിട്ടുള്ളത്. ഇത് ഞങ്ങളുടെ ഭരണകൂടത്തിൻ്റെ ഒരു തകരാറ് കൊണ്ട് സംഭവിച്ചല്ല. ഓരോ ഗിവൺ സിറ്റുവേഷനിൽ ഓരോ പ്രശ്നത്തിന് ഓരോ ഫോർമുല ഉണ്ടാവും. അന്നത് ശരിയായിരിക്കും. എന്നാൽ അനുഭവങ്ങളുമായി മുമ്പോട്ട് പോകുമ്പോൾ അത് ശരിയല്ല. ഒരു വീട്ടിൽ എന്നോട് തന്നെ പറഞ്ഞത്, ഒരു വീട്ടിൽ ചിലപ്പോൾ ഭാര്യയ്ക്ക് അതിൻ്റെ ആനുകൂല്യമുണ്ട് സംവരണത്തിൻ്റെ, ഭർത്താവിനില്ല. അത് വളരെ വിചിത്രമായ ഒരു നീതി നിർവഹണമാണ്. അത് ശരിയല്ല. അതുകൊണ്ട് ആ കാര്യത്തിൽ പ്രതിപക്ഷ നേതാവുമായിട്ട് ഞങ്ങൾ ഗവൺമെൻറ് ആലോചിക്കും. ഞങ്ങളൊരു സമവായത്തിലെത്തും. ആര് ഭരിച്ചാലും ഈ കാര്യത്തിൽ ഒരു നീതി നിർവഹിക്കപ്പെടണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം. അതുകൊണ്ട് തിരുമേനിയുടെ നിർദ്ദേശം ഞങ്ങൾ പരിശോധിച്ച് ആവശ്യമായ തീരുമാനങ്ങൾ സമയബന്ധിതമായി സ്വീകരിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ ക്ഷണിച്ച എനിക്ക് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തും. നിങ്ങൾക്ക് എൻ്റെ വിനീതമായ നമസ്കാരം. എല്ലാവിധമായ പ്രോത്സാഹനവും നിർദ്ദേശവും നൽകിക്കൊണ്ട് ഈ സൊസൈറ്റിയെ വളർത്തിക്കൊണ്ടിരിക്കുന്ന അഭിമന്യ പിതാവിന് നന്ദി. ഒപ്പം ഈ ഫീസിൻ്റെ എല്ലാ മംഗളങ്ങളും മലങ്കര സോഷ്യൽ സർവീസ് സൊസൈറ്റി കുടുംബത്തിൻ്റെ പേരിൽ പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഈ ദിവസം നമ്മളെ അനുഗ്രഹിക്കുവാൻ വേണ്ടി കടന്നു വന്ന പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉമ്മൻചാണ്ടി, മന്ത്രി സി ദിവാകരൻ, അതുപോലെ തന്നെ ഇഗ്നോയുടെ വൈസ് ചാൻസലർ രാജശേഖർ പിള്ള, നബാർഡിൻ്റെ CGM KC ശശിധർ, ജോർജ് വർഗീസ് സാർ, ബഹുമാനപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനപ്പെട്ട വ്യക്തികൾ, കടന്നു വന്ന എല്ലാവരെയും ഒറ്റവാക്കിൽ ഞാൻ പ്രത്യേകമായിട്ട് ഈ സമയം നന്ദിയോടെ ഓർക്കുന്നു.
അഭിമന്യ പിതാക്കന്മാരുടെ സാന്നിധ്യവും അനുഗ്രഹവും മലങ്കര സോഷ്യൽ സർവീസ് സൊസൈറ്റിക്ക് എന്നും വലിയ അനുഗ്രഹമാണ്. അഭിമന്യ പിതാക്കന്മാർ വളരെ സ്നേഹത്തോടെ താല്പര്യത്തോടെ ഈ നിമിഷം ഈ ദിവസം ഇവിടെ സന്നിഹിതരായിരുന്ന് നമ്മളെ അനുഗ്രഹിച്ചു. കടന്നു വന്ന എല്ലാ പിതാക്കന്മാരെയും പ്രത്യേകമായ നന്ദിയോടെ ഓർക്കുന്നു. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട വർഗീസ് സാർ LICയുടെ മാനേജർ ഇന്ന് നമ്മുടെ ഒപ്പമുണ്ട്. സാറിനെ നന്ദിയോടെ ഓർക്കുന്നു. ബഹുമാനപ്പെട്ട വൈദികര്, കോർ എപ്പിസ്കോപ്പമാർ, റംബാശന്മാർ, സ്നേഹമുള്ള സിസ്റ്റേഴ്സ്, എല്ലാവരെയും മലങ്കര സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ പേരിലുള്ള നാളിതുവരെ നൽകിയിട്ടുള്ള എല്ലാവിധമായ പ്രോത്സാഹനത്തിനും പ്രത്യേകിച്ച് ഇന്ന് സന്നിഹിതരായതിനും പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. മലങ്കര സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ മുൻകാല എല്ലാ ഡയറക്ടർമാരെയും ഈ സുവർണ ജൂബിലി ഉദ്ഘാടനം ചെയ്യപ്പെട്ട നിമിഷത്തിൽ പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ MSSൻ്റെ സ്റ്റാഫ് അംഗങ്ങൾ, മേഖല ഡയറക്ടേഴ്സ്, യൂണിറ്റ് ഡയറക്ടേഴ്സ്, മേഖല ആനിമേറ്റേഴ്സ്, കോർഡിനേറ്റേഴ്സ്, അതുപോലെ തന്നെ നമ്മുടെ സംഘം ഭാരവാഹികൾ എല്ലാവരെയും ഈ സമയം നന്ദിയോടെ ഓർക്കുകയാണ്. നിങ്ങളുടെ ത്യാഗനിർഭരമായ ഈ സാന്നിധ്യത്തിന് ഒപ്പം നമ്മുടെ MSSൻ്റെ ഭാഗമായ MSSൻ്റെ അംഗങ്ങളായി ഈ ത്രിതല പഞ്ചായത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളെ ഇന്ന് പ്രത്യേകമായിട്ട് ആദരിച്ചു. അവരുടെ സാന്നിധ്യവും ഈ ജൂബിലിയുടെ ഉദ്ഘാടന ദിവസം ഏറെ അനുഗ്രഹപ്രദമായിരുന്നു. നിങ്ങളെയും നന്ദിയോടെ ഓർക്കുന്നു. എല്ലാവർക്കും ഈ ചുരുങ്ങിയ വാക്കുകളിൽ, പ്രത്യേകിച്ച് സമയമില്ലാത്ത സമയത്ത് ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് തുടർന്നുള്ള നാളുകളിലും എല്ലാവിധമായ സഹകരണവും മലങ്കര സോഷ്യൽ സർവീസ് സൊസൈറ്റിക്ക് നൽകണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.